ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിൽ അല്ലെങ്കിൽ ഹിന്ദു വംശഹത്യയിൽ ഇന്ത്യ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, ഇന്ത്യ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് പലരും പല രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചിലപ്പോൾ ഹാസ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരോപണമായിട്ടായിരിക്കും, വിമർശനമായിട്ടായിരിക്കും, പരിഹാസമായിട്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ ഇന്ത്യയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും. ഈ പുലി പതുങ്ങുന്നത് ഒന്നുകൂടി കുതിക്കാനെന്ന് പറയുന്നത് പോലെയാണ് ഇന്ത്യ. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം എങ്ങനെയായിരിക്കും തിരിച്ചടി എന്നുള്ള വല്ലാത്ത ആകാംക്ഷയിലായിരുന്നു നമ്മൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കൊടുത്ത മറുപടി ലോകത്തെ തന്നെ ഞെട്ടിച്ചതാണ്. അപ്പൊ അതുപോലെ ഈ ബംഗ്ലാദേശിലെ ഒരു അമേരിക്കയുടെ പിൻബലത്തോടെ വന്ന യുഎസ് സർക്കാരിനെ അവിടെ നടക്കുന്ന ഈ ഹിന്ദുക്കളെ കൊല്ലുന്ന അല്ലെങ്കിൽ വംശഹത്യ നടത്തുന്ന ഒരു രീതി, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു രീതി ഇന്ത്യ എങ്ങനെ ചെറുക്കും, അല്ലെങ്കിൽ ഇന്ത്യ അതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് ഇസ്രായേൽ മോഡൽ ഇന്ത്യ പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഇന്ത്യ, ഏത് തരത്തിലുള്ള ഇസ്രായേൽ നീക്കത്തിലാണ് ഇന്ത്യ ശ്രമിക്കുന്നത്? കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നമ്മുടെ മൊസാദും അതിൻ്റെ തലവൻ്റെ പേര് ഡേവിഡ് ബെർണി എന്നാണ്. അദ്ദേഹവും അജിത് ഡോവലുമായിട്ട് രഹസ്യമായ ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ ടെലവീവിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. അപ്പോൾ ഇത് ഭയങ്കര അതീവ രഹസ്യമായ ഒരു യാത്രയാണ്, ഡിക്ലെയർ ചെയ്യാത്തൊരു യാത്രയായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനപ്പുറം ബംഗ്ലാദേശിനെയും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ പാകിസ്ഥാൻ പഴയ പാകിസ്ഥാൻ പോലെ, അതായത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറ് പാകിസ്ഥാനും എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് പാകിസ്ഥാൻ അങ്ങനെ ആയിരിക്കുന്നു. പാകിസ്ഥാന്റെ പ്രോക്സി വാറാണ് ഇപ്പൊ ബംഗ്ലാദേശിലൂടെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വളരെ സജീവമായിട്ട് ആ മേഖലയിൽ പിടിമുറുക്കിയിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാ ഫണ്ടിങ് കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലും ഇത്തരം കാര്യങ്ങൾ വൈകാതെ ഇസ്രയേലിനെയും സ്വാധീനിക്കും, അല്ലെങ്കിൽ അവർക്കും ദോഷമുണ്ടാകുന്നറിയാം. ഇസ്രയേൽ പൗരന്മാരുടെ രാജ്യാന്തര തലത്തിലുള്ള സുരക്ഷ അവർക്ക് ഏറ്റവും വലിയൊരു തലവേദനയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ഓസ്ട്രേലിയയിൽ അവരുടെ പൗരന്മാർ തന്നെയാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയിൽ ഈ സാധ്യതയുണ്ട്, ഇതെല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വാഷിംഗ്ടൺ പോസ്റ്റ് ഉദ്ധരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ അതിശക്തമായ ഒരു അധിനിവേശത്തിന് ശ്രമിക്കുന്നു ബംഗ്ലാദേശിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ശക്തമായ അധിനിവേശം നടത്തണമെങ്കിൽ അതിന് വേണ്ട ഗ്രൗണ്ട് വർക്കുകൾ ഇപ്പോൾ നടക്കുന്നു. നമ്മുടെ സേനാ വിന്യാസങ്ങളും രഹസ്യ നീക്കങ്ങളുമൊക്കെ അമേരിക്കൻ സാറ്റലൈറ്റുകൾ പലതും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനെ ലക്ഷ്യമാക്കിയല്ല. പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലൊരു ആക്രമണം അവരുടെ പിന്തുണയോടുകൂടിയാണ് നടത്തിയതെന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യക്കാരെ വെച്ച് നടത്തിയെന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾക്ക് ഡയറക്റ്റ് ആക്ഷൻ ഇല്ല. ഇപ്പൊ ഡയറക്റ്റ് ആക്ഷൻ ഇല്ലാതെ അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വലിയ ചിന്ത വരികയുണ്ട്. അതായത് നമ്മൾ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചാൽ ആ സമയത്ത് ബംഗ്ലാദേശ് അവിടുത്തെ ഭീകരന്മാർ നമ്മളെ ലക്ഷ്യം വെക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ സൈലന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാൻ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരും ബംഗ്ലാദേശും അവരുടെ ഒപ്പം കൂടിയാൽ. അത് ഭീകരാക്രമണത്തിന്റെ കാര്യത്തിലായിരിക്കാം, സൈനിക ബലത്തിന്റെ കാര്യത്തിലായിരിക്കാം. കാരണം ഇപ്പോൾ നമ്മൾക്ക് പാകിസ്ഥാനെ ഇന്ത്യയുടെ ലെഫ്റ്റ് സൈഡിൽ, മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മതി, എങ്കിൽ നേരെ റൈറ്റ് സൈഡിൽ അതേ ഒരു പാകിസ്ഥാൻ നമ്മൾക്കെതിരെ യുദ്ധമുഖം തുറക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ന്യൂക്ലിയർ വെപ്പൺ ഉള്ള ഒരു രാജ്യമായ പാകിസ്ഥാനെ നമ്മൾക്ക് അധിനിവേശത്തിൽ കീഴ്പ്പെടുത്താനായിട്ട് പറ്റുകയില്ല. മറിച്ച് ബംഗ്ലാദേശിനെ അത് സാധിക്കും. അതിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ നമ്മൾ അധിനിവേശം നടത്തി ഗാസ ഇസ്രയേൽ എങ്ങനെയാണോ പിടിച്ചെടുത്തത് അതേപോലെ തന്നെ പിടിച്ചെടുക്കാനുള്ള പ്ലാനാണ് ഇട്ടിരിക്കുന്നത്. സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അത് അമേരിക്കക്ക് താല്പര്യമുള്ള ഒരു ഐലൻഡ് ആണെന്ന് അറിയാമല്ലോ. ആ ഐലൻഡ് നമ്മൾക്ക് പിടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ മ്യാൻമാറുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ മ്യാൻമാറിലെ വിമതന്മാരുണ്ട്. മ്യാൻമാറിന്റെ പകുതി ഭരണം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അവിടെ ഔദ്യോഗിക പട്ടാള ഭരണകൂടത്തിന് അവരൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ അരാക്കൻ ആർമി അവരുടെയും പിന്തുണയോടുകൂടി ഇങ്ങനെ ചെയ്യാനായിട്ട് ഇന്ത്യ പ്ലാൻ ഇടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ അതിന് അവർ നിരത്തുന്ന വാദങ്ങൾ ഇതാണ്: നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിന് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ വെപ്പണുള്ള രാജ്യമാണ്. ചൈനയെ നമ്മൾ കാണണം, അമേരിക്കയെ കാണണം. അപ്പൊ അവരുമായിട്ട് നമ്മൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ കണ്ടാൽ അറിയാം ഇത് ഏത് രാജ്യത്തിന് എതിരെയാണ് നീക്കുന്നത്. അങ്ങനെ ഒരു നീക്കമല്ല ഇത്. ബംഗ്ലാദേശ് പോലെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് കിടക്കുന്നതും എന്നാൽ ആയുധശക്തിയിൽ പിന്നിലായതുമായ ഒരു രാജ്യത്തെ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് വ്യോമസേന, നാവികസേന, കരസേന ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണെങ്കിലും നമ്മുടെ പരമ്പരാഗത ആയുധങ്ങളാണ് അതിനുവേണ്ടി തയ്യാറാക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ടാങ്കുകൾ പോലുള്ളവ കൂടുതലായിട്ട് അത് ടാങ്കിന്റെ നമ്മൾക്ക് ഇന്ത്യക്ക് നിർമ്മിതമായ ടാങ്ക് ഉണ്ട്, അതേ റഷ്യന്റെ
T-20 ടാങ്കുകളുണ്ട്. ഇങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഭൂപ്രദേശങ്ങൾക്ക് അനുസരിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതും നമ്മൾ റിപ്പയർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുമായ എല്ലാ ടാങ്കുകളും ബംഗ്ലാദേശുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ എങ്ങനെയായിരിക്കും ആ രാജ്യത്തെ കീഴടക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചുള്ള വെപ്പൺസാണ്. അതേപോലെ തന്നെ ദീർഘദൂര മിസൈലുകളല്ല നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ ബംഗ്ലാദേശിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിർത്തിയിൽ മിസൈലുകൾ വിന്യസിച്ചു എന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം വാഷിങ്ടൺ പോസ്റ്റിന്റെ പ്രതിനിധി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രയേലുമായിട്ട് നമ്മൾ നടത്തുന്ന ചർച്ചകളിൽ നിർണായകമായ വിവരങ്ങളാണ് ഇതേ സംബന്ധിച്ച് പുറത്തു വരുന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന അവരുടെ പ്രധാനമന്ത്രിക്കാണ് ഇസ്രയേലിന്റെ മൊസാദ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം മോദിയുമായി നേരത്തെ കണ്ട സമയത്ത് കുറേയേറെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ബംഗ്ലാദേശ് നമുക്കൊരു പ്രശ്നമായിരുന്നില്ല, അന്ന് പാകിസ്ഥാനായിരുന്നു. പക്ഷെ ഇവർ തമ്മിലുള്ള അതിശക്തമായ ബന്ധത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സൗഹൃദം സൈനികമായിട്ട് ഏത് രീതിയിലും ഏതറ്റം വരെ പോകുവാനും ഉള്ള ഒരു പിന്തുണ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗാസ അധിനിവേശം നടത്തുന്ന സമയത്ത് നമ്മൾ അതിന്റെ വീഡിയോ കണ്ടാൽ അറിയാമോ, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആയുധം എന്താണെന്ന് അറിയാമോ? ഡ്രോണുകളാണോ? അല്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ടാങ്കുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ മീഡിയം ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇത്തരം സാമഗ്രികൾ ഇസ്രയേലിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇസ്രയേലിൽ നിന്ന് നമ്മൾ രഹസ്യമായിട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഹ്രസ്വദൂര മിസൈലുകളും ഇതിനു വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അന്താരാഷ്ട്ര നിരീക്ഷകർ ഒരു രാജ്യം യുദ്ധത്തിലേക്കാണോ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് അവരെന്തൊക്കെ ഇന്റർനാഷണലി പർച്ചേസ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. അപ്പം നമ്മളൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് റേഞ്ച്, അതായത് അധികം നാൾ നീണ്ടു നിൽക്കാത്ത ഒരു യുദ്ധം, പക്ഷെ ഒരു ചെറിയ പ്രദേശത്തെ കീഴടക്കുക എന്ന രീതിയിലുള്ളതാണെന്നാണ് പറയുന്നത്. ചെറിയ പ്രദേശം എന്ന് പറയുമ്പോൾ ഓർക്കുക, ബംഗ്ലാദേശിന് മുഴുവനല്ല, നമ്മുടെ ചിക്കൻ നെക്ക് തീരെ ശോഷിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. ആ ചിക്കൻ നെക്കിനെ ഇപ്പൊ 20 കിലോമീറ്ററാണ് വീതിയുള്ളത്. അത് അതിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആയിട്ട് വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ആയുധവിന്യാസം എല്ലാം നടത്തുന്നത്. ഇതാണ് ആ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ ചിക്കനൊക്കെ മുഴുവനായിട്ട് നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് വേറൊരു തരത്തിലേക്ക് മാറത്തില്ലേ കാര്യങ്ങൾ? അതെ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ അമേരിക്കയും നമ്മളുമായിട്ട് അത്ര നല്ല ബന്ധമല്ല, പക്ഷെ ഇസ്രയേലും അമേരിക്കയുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. ഈ ചിക്കൻ നെക്കിന്റെ ഭാഗം വിപുലീകരിച്ചു എന്നുകൊണ്ട് അമേരിക്കക്ക് ഒരു നഷ്ടവുമില്ല. അമേരിക്കയുടെ നോട്ടം എവിടെയാണെന്ന് അറിയാവോ? ബംഗ്ലാദേശിന്റെ സമുദ്ര തീരങ്ങളിലാണ്. അതെ, എന്നാൽ പാകിസ്ഥാന്റെ നോട്ടം ചിക്കൻ നെക്ക് പ്രദേശത്തുമാണ്. അവിടെ ദുർബലമായിരിക്കുന്ന ഇന്ത്യയെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മൊത്തത്തിൽ സെപ്പറേറ്റ് ആക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ ഏരിയ, ആ കോറിഡോർ വലുതാക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ അമേരിക്കയുമായിട്ട് നമ്മളിപ്പോൾ വ്യാപാര ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുമായിട്ട് വ്യാപാര ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ബന്ധത്തിലേക്ക് നമ്മൾ പോകും. നല്ല ബന്ധം എന്ന് വെച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് നമ്മളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ സന്ദർശിക്കാനായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം 3-4 മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേപോലെ തന്നെ മോദിയെ പലതവണ അദ്ദേഹം അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, മോദി പോയിട്ടില്ല. പക്ഷെ ഇവർ തമ്മിൽ ടെലിഫോൺ സംഭാഷണങ്ങളും നടന്നിട്ടുമുണ്ട്. ഈ തീരുവയൊക്കെ കുറച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ അത്തരം ഒരു നീക്കത്തിന് അമേരിക്ക ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്ക നിന്ന് നല്ലൊരു ബന്ധമുണ്ടാകും. മാത്രമല്ല ഇവിടെ പാകിസ്ഥാനുമായി കൂടി അമേരിക്കയ്ക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട്. കാരണം ഇപ്പോൾ ഷഹബാസ് ഷെരീഫിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുനീറുമായിട്ടാണ് അമേരിക്കയ്ക്ക് കൂടുതൽ അടുപ്പവും ബന്ധവും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യയുമായി കൂടുതൽ എടുക്കുമ്പോൾ ഇന്ത്യ തകർക്കാൻ ഈ ബംഗ്ലാദേശിനൊപ്പം അമേരിക്കയോടൊപ്പം പാകിസ്ഥാനൊപ്പം അമേരിക്ക നിൽക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് കൈകൊള്ളിയൊരു രാജ്യമാണ് അമേരിക്ക. റഷ്യയെ പോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ അവർക്ക് ഒരു ശവപ്പറമ്പായിരുന്നു. അപ്പോൾ ഇനി അത്തരത്തിൽ ബംഗ്ലാദേശിലേക്ക് അവർ വരികയില്ല. അവർക്ക് നഷ്ടക്കച്ചവടമാണ്. അവർക്ക് ഓൾറെഡി ഏഷ്യയിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനെ അവരെ ഏറ്റവും വലിയ ടൂളായിട്ട് കരുതുന്നത് ചൈനക്കെതിരെയാണ്, ഇന്ത്യക്കെതിരെ അല്ല. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക വ്യാപാര യുദ്ധം മാത്രമായിരിക്കും. ആ സാമ്പത്തിക വ്യാപാര യുദ്ധത്തിൽ ഇപ്പോൾ തന്നെ ഏറ്റുമുട്ടാതെ ഇന്ത്യ ജയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇനി തന്ത്രപരമായി ഇന്ത്യയെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. ഇന്ത്യ സ്വതന്ത്ര വിദേശ നയം പിന്തുടരുന്ന രാജ്യമാണ്. ഏത് രീതിയിലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ പ്രകോപനത്തിൽ വീഴുകയില്ലെന്നറിയാം. ആയുധം കാട്ടി ഇന്ത്യയെ വിരട്ടേണ്ട കാര്യമൊന്നും അമേരിക്കയ്ക്കില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്ത് കിടക്കുന്നതാണ്. ഇന്ത്യയെ അമേരിക്കയുടെ ഒപ്പം നിർത്തേണ്ട ഒരു ആവശ്യമാണ്. കാരണം ചൈന
തായ്വാനെ കീഴടക്കാൻ ഏത് നിമിഷം വരുമെന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് അമേരിക്ക നമ്മളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ ചൈന വന്നാൽ ഇന്ത്യ ഇടപെടണമെന്ന് പറയും. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അല്ലെങ്കിൽ ആ സമയത്ത് അരുണാചൽ പ്രദേശത്തിൽ നിന്ന് അതിർത്തി പ്രദേശത്ത് നിന്ന് ചൈനയുടെ ഭാഗത്തേക്ക് നമ്മൾ ആക്രമിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതിനൊന്നും ഇന്ത്യ വഴങ്ങിയിട്ടില്ല. കാരണം ഇന്ത്യയുടെ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അമേരിക്കൻ താല്പര്യങ്ങളുമായിട്ടല്ല. അപ്പോൾ ആ അമേരിക്കയ്ക്ക് ഇന്ത്യയെ വളച്ച് ഒടിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ത്യയെ വഴക്കിടാതെ പിണക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് ഇന്ത്യ വിപുലീകരണം നടത്തുന്ന അമേരിക്കക്ക് താല്പര്യം ഉള്ള കാര്യമാണോ ഇല്ലാത്ത കാര്യമാണോ എന്നുള്ള അവരുടെ വിഷയമല്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അവിടെ ഇടപെട്ടാൽ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് അമേരിക്കക്ക് അറിയാം. റഷ്യ ഇനിയും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടപെടുത്തിയാൽ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്ന അമേരിക്കക്കാരും. ഉക്രൈൻ്റെ കാര്യത്തിൽ അമേരിക്ക നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റിനെ ചർച്ചയ്ക്ക് വിളിച്ച് വലിയ പ്രതീക്ഷയിലാണ് അലാസ്കയിൽ വെച്ച് ചർച്ച നടത്തിയത്. എന്ത് ഗുണമുണ്ടായി അമേരിക്കക്ക്? ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പൊ തൊടുന്നതെല്ലാം പാളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനെതിരെ അമേരിക്ക നിൽക്കുന്നു എന്നൊരു പ്രതിച്ഛായ വരുന്നത് അദ്ദേഹത്തിനോ അമേരിക്കൻ ഭരണകൂടത്തിനോ നല്ലതല്ല. അപ്പോൾ ഇസ്രയേൽ, ഇന്ത്യ ഇവർ തമ്മിലുള്ള ഈ ഡീലിൽ ഓൾറെഡി റഷ്യ നമ്മൾക്ക് അനുകൂലമാണ്. പക്ഷെ ചൈനയുടെ ഒരു നിലപാടുണ്ട്. ചൈനയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആ പ്രദേശത്ത് ഒരു താല്പര്യം ചൈനക്കുണ്ട്. പക്ഷെ അത് സംരക്ഷിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ നാവികസേന അതിശക്തമാണ് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.